സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ സർക്കാരിൻ്റെ ചട്ടുകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്നത് പുതിയ ആരോപണമൊന്നുമല്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ 2014 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്താലും, അതിനു മുമ്പ് കോൺഗ്രസ് ദീർഘകാലം ഭരിച്ച ചരിത്രമെടുത്താലും, കേന്ദ്രം ഭരിക്കുന്ന ആ പാർട്ടിക്ക് വിരുദ്ധമായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ കേന്ദ്രത്തെ പ്രതിപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകങ്ങളായിട്ട് പ്രവർത്തിച്ചിട്ട് സംസ്ഥാന സർക്കാരുകളെ ശ്വാസം മുട്ടിക്കുന്ന എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. ഇതിനെല്ലാം അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഒരു ബിഗ് ക്ലാപ്പ്, ഒരു ബിഗ് സല്യൂട്ട് സുപ്രീം കോടതിക്ക് കൊടുക്കേണ്ട വിധിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിധി തമിഴ്നാട് ഗവർണർ TN രവിക്കെതിരെയാണ്. തമിഴ്നാട് സർക്കാർ, MK സ്റ്റാലിൻ സർക്കാർ നിയമസഭയിൽ പാസാക്കിയ 10 ബില്ലുകൾ ഒപ്പിടാതെ അതിന്മേൽ അടയിരുന്ന തമിഴ്നാട് ഗവർണർ TN രവിക്കുള്ള തലമണ്ടയ്ക്കുള്ള അടിയാണ് സുപ്രീം കോടതി വിധി. അല്പം നാണവും മാനവും ഉണ്ടെങ്കിൽ തമിഴ്നാട് ഗവർണർ TN രവി രാജിവെച്ചു പോകണം. എൻ്റെ അറിവ് അദ്ദേഹം ബീഹാർക്കാരനാണ്, വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. അല്പം നാണവും മാനവും ഉണ്ടെങ്കിൽ ഈ സുപ്രീം കോടതി വിധി കണ്ടിട്ട് രാജിവെച്ചു പോകാൻ തയ്യാറാവുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ കോടതി പറഞ്ഞത്? സുപ്രീം കോടതിയുടെ 2 ബെഞ്ച് ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയക്കാതെയും തിരിച്ചയക്കാതെയും മാറ്റിവെച്ച അടയിരുന്ന 10 ബില്ലുകൾ ഗവർണർ ഒപ്പിട്ടതായി സുപ്രീം കോടതി വിധിക്കുന്നു. എങ്ങനെയുണ്ട്? RN രവി തമിഴ്നാട് ഗവർണർ ഒപ്പിടാതെ മാറ്റിവെച്ച ബില്ലിനുമേൽ ഒപ്പിട്ടതായി കണക്കാക്കി സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. അത് സംസ്ഥാന സർക്കാരിന്, സ്റ്റാലിൻ സർക്കാരിന് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൽ പരം തലമണ്ടയ്ക്ക് ഒരു അടി കിട്ടാൻ ഒരു ഗവർണർക്ക് വേറെ എന്തെങ്കിലും വേണോ? അത് ഞങ്ങൾ പറയുന്നത് നാണമുണ്ടെങ്കിൽ രാജിവെച്ച് പോകൂ മിസ്റ്റർ RN രവി, ഓണറബിൾ ഗവർണർ ഓഫ് തമിഴ്നാട്. തീർന്നില്ല, ബാക്കിയുണ്ട് പറയാം. ഇവിടുത്തെ മാപ്രകൾ ആഘോഷിക്കുകയാണ്. മാപ്രകൾ എന്താ ആഘോഷിക്കുന്നത്? തമിഴ്നാട് ഗവർണർക്ക് തിരിച്ചടി. ഈ മാപ്രകള് വേറൊരു ഗവർണറെ 4-5 കൊല്ലം പൊക്കിക്കൊണ്ട് നടന്നത് മറന്നുപോയ മാപ്രകളെ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയും. ആ പേര് ഓർമ്മയുണ്ടോ കേരളത്തിലെ മാപ്രകൾക്ക്? കേരളത്തിലെ ഭരണത്തിന് എന്തൊക്കെ തടയിടാമോ, എന്തൊക്കെ ഗുലുമാലുണ്ടാക്കാവോ 5 കൊല്ലം അതിനുവേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യൻ ആരിഫ് മുഹമ്മദ് ഖാൻ. അവസാനം 5.5 കൊല്ലം ഇരുന്നിട്ട് അവസാനം അങ്ങേരെ ബീഹാറിലേക്ക് തട്ടി. ഇപ്പൊ ബീഹാറിലെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഈ വിധി RN രവിക്കെതിരെ മാത്രമല്ല, മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഓണറബിൾ ഗവർണർ ഓഫ് ബീഹാർ ആൻഡ് ഓണറബിൾ മുൻ ഗവർണർ ഓഫ് കേരള, എന്തേ മാപ്രകളെ സ്റ്റോറി ചെയ്യാത്തത്? എന്താ മോശം? സ്റ്റോറി ചെയ്യാൻ എന്താ ഒരു മടി? കേന്ദ്രത്തിന്റെ ചട്ടുകങ്ങളും വാലാട്ടികളായിട്ട് നിന്നിരുന്ന സർവ്വ ഗവർണർമാർക്കും എതിരെയുള്ള വിധിയാണ് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് മാപ്രകൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തേ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചിട്ട് സ്റ്റോറി ചെയ്യാത്തത് മാപ്രകള്? ഇവിടുത്തെ ചാനലുകള്, മുഖ്യധാര മുത്തശ്ശി പത്രങ്ങള് ചെയ്യുമോ? ഇന്ന് ചാനലുകള്, നാളെ ആണല്ലോ പത്രം അടിച്ചു വരുന്നത്. നാളത്തെ പത്രത്തിൽ മനോരമ, മാതൃഭൂമി, മുഖ്യധാര മാധ്യമങ്ങളിൽ എവിടെങ്കിലും സ്റ്റോറികൾ ഉണ്ടാവുമോ ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റി? ഇല്ല, വരില്ല. വരണമെങ്കിലേ ആർജവം വേണം, വെറും മാപ്രയാവരുത്. ഇത് തമിഴ്നാട് സർക്കാർ, MK സ്റ്റാലിൻ സർക്കാർ കൊടുത്ത കേസിലെ വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പഞ്ചാബ് സർക്കാർ ഗവർണർക്കെതിരെ കൊടുത്ത കേസ് അവിടെ നടക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ചില പരാമർശങ്ങൾ കോടതി പറഞ്ഞിരുന്നു, ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല എന്നുള്ളത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സംസ്ഥാന സർക്കാർ, മന്ത്രിസഭ, നിയമസഭ പാസാക്കി അയക്കുന്ന ആ ബില്ലുകൾ ഒന്നുകിൽ ഒപ്പിടാതെ തിരിച്ചയക്കാം, വീണ്ടും പരിഗണിക്കാൻ, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. രാഷ്ട്രപതി കാണേണ്ട വിഷയമാണെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കാം. നമ്മുടെ ഭരണഘടനാ സൃഷ്ടാക്കള് അംബേദ്കർ ഉൾപ്പെടെ ചെയ്തൊരു എന്താ പറയാ, ഈ പിന്നീട് വരുന്നവരൊക്കെ ഇങ്ങനെ പെരുമാറുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിട്ടില്ല. അതുകൊണ്ടായിരിക്കാം സമയപരിധി നിശ്ചയിച്ചിട്ടില്ലായിരുന്നു ഭരണഘടനയിൽ. അതായത്
പിന്നെ ഭരണഘടനയിലെ 200-ാം വകുപ്പ് ആർട്ടിക്കിൾ 200 ഗവർണറുടെ അധികാരങ്ങൾ നിർവചിക്കുന്ന ഭരണഘടനയിലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ വകുപ്പ്. അതിൽ കാലപരിധി പറയുന്നില്ല. ആ കാലപരിധി പറയാത്തത് മുതലെടുത്തിട്ടാണ് കുറെ ഗവർണർമാർ ഇത്രയും നാൾ കളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ വിധിയോട് സുപ്രീം കോടതി കാലപരിധി നിശ്ചയിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഗവർണർക്കും നകളിക്കാൻ പറ്റത്തില്ല. എന്താ കോടതി പറഞ്ഞത്? ആർട്ടിക്കിൾ 200 വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞത്, നമ്മുടെ ഭരണഘടനാ ശില്പികൾ സമയപരിധി നിശ്ചയിക്കാത്തതിന്റെ പേരിൽ അത് മുതലെടുത്തുകൊണ്ട് ഗവർണർമാർ ബില്ലിന്മേൽ അടയിരിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ നിബന്ധന വെച്ചു, 1 മാസം 3 മാസം. അതായത് സംസ്ഥാന നിയമസഭ പാസ്സാക്കി മന്ത്രിസഭ രാഷ്ട്രപതി ഗവർണർക്ക് അയക്കുന്ന ഒരു ബില്ലിന്മേൽ 1 മാസത്തിനകം അത് തിരിച്ചയക്കുകയോ അല്ലെ ഒപ്പിട്ട് നൽകുകയോ ചെയ്യണം. തിരിച്ചയച്ചാൽ വീണ്ടും നിയമസഭ പാസ്സാക്കി അങ്ങോട്ട് വീണ്ടും ഗവർണർക്ക് അയച്ചു കഴിഞ്ഞാൽ ഗവർണർ അതിനകത്ത് ഷൂ വരയ്ക്കുക മാത്രമേ ഉള്ളൂ. വേറെ ഒരു വിവേചന അധികാരവും ഗവർണർക്ക് ഇല്ല എന്ന് സംശയത്തിന് അതീതമായി സംശയലേശമന്യേ സുപ്രീം കോടതി ഇന്ന് വിധിച്ചിരിക്കുകയാണ്. 1. 2, കൺകറന്റ് ലിസ്റ്റ് പെടുന്നതാണെന്ന് ഗവർണർക്ക് തോന്നിയാൽ, അതായത് കേന്ദ്ര പട്ടികയുണ്ട്, സംസ്ഥാന പട്ടികയുണ്ട്, കേന്ദ്രവും സംസ്ഥാനവും തീരുമാനിക്കേണ്ട വിഷയങ്ങൾ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇപ്പൊ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണെങ്കിൽ അത് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാം. അടയിരിക്കരുത്, മുട്ടയിൽ കോഴി അടയിരിക്കുന്ന പോലെ അതിന്റെ മേലിൽ അടയിരിക്കരുത്. അത് 3 മാസത്തിനുള്ളിൽ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ട് അതിനുള്ള മറുപടി തേടിയിരിക്കണം. അപ്പൊ ഇനി ഒരു ഗവർണർമാരും നഗടിക്കേണ്ട. RN റവിയോ ഒരു ആരിഫ് മുഹമ്മദ് ഖാനോ ഒരു അർലേക്കർ ഇപ്പൊ വന്നല്ലോ, രാജേന്ദ്ര അൽറേക്കർ പുതിയ ഗവർണർ. അദ്ദേഹത്തിന് RSSകാരനാണ്, പുള്ളിക്ക് കാര്യമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ഇതുവരെ പുള്ളി സംസ്ഥാന സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോയിട്ടില്ല. ഇപ്പൊ ഈ വിധിയോടുകൂടി സീൽ ചെയ്തതിന് ഗവർണർക്ക് പരമാധികാരമൊന്നുമില്ല. അതാണ് വിവേചനാധികാരം ഗവർണർക്കില്ല. അതാണ് ഈ കോടതിയുടെ വിധി. 8 ബില്ലുകളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പിടിച്ചു വെച്ചത്. അപ്പൊ അതിനെതിരെയാണ് കേരളം സുപ്രീം കോടതി പോയത്. അപ്പൊ എന്തായി? മാപ്രകളുടെ കോലാഹലം, കോടികള് വക്കീൽ ഫീസ് കൊടുത്തിട്ട് കേരളം കേസ് നടത്തുന്നു, ഖജനാവ് മുടിയുന്നു. തമിഴ്നാട് സർക്കാർ കേസ് നടത്തി വിജയിച്ചില്ല. ഇപ്പോ എത്രയോ ലക്ഷങ്ങൾ കോടികൾ വക്കീൽ ഫീസൊക്കെ ആയി കാണും. ജനാധിപത്യം സംരക്ഷിക്കാൻ ഒരു സർക്കാർ പൈസ ചെലവാക്കേണ്ടി വരും. അത് ദൂർത്തല്ല, ആ പണം ചെലവഴിക്കലും ദൂർത്തല്ല എന്ന് മാപ്രകൾ മനസ്സിലാക്കുക, ഇവിടുത്തെ പ്രതിപക്ഷം മനസ്സിലാക്കുക. കഴിഞ്ഞ 5.5 കൊല്ലം ആരിഫ് മുഹമ്മദ് ഖാൻ കാട്ടിക്കുട്ടിയ തോന്നിയാസങ്ങളെ മുഴുവൻ കണ്ണടച്ച് സപ്പോർട്ട് ചെയ്ത ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, VD സതീശൻ. ഇവിടെ ഒരു കോൺഗ്രസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു BJP ഉണ്ടല്ലോ. ഇവർക്കൊക്കെ ഇപ്പൊ എന്താണ് പറയാനുള്ളത്? ഇപ്പൊ കോൺഗ്രസിന് എന്ത്, VD സതീശൻ എന്ത് പറയാനുണ്ട്? ഞങ്ങൾ ചോദിക്കുകയാണ്, ലെഫ്റ്റ് റൈറ്റ് വോയിസ് ചോദിക്കുകയാണ്. മാപ്രകൾക്ക് എന്ത് പറയാനുണ്ട്? VD സതീശൻ എന്ത് പറയാനുണ്ട്? K സുധാകരൻ എന്ത് പറയാനുണ്ട്? ഇവിടുത്തെ BJPയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർക്ക് എന്ത് പറയാനുണ്ട്? സ്ഥാനമൊഴിഞ്ഞ K സുരേന്ദ്രൻ എന്ത് പറയാനുണ്ട്? ശോഭാ സുരേന്ദ്രൻ എന്ത് പറയാനുണ്ട്? പറയൂ, നിങ്ങള് സുപ്രീം കോടതി വിധിയെ പറ്റി പറയൂ. ഇത് കേൾക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോ ലോകത്ത് ഭരണ സംവിധാനങ്ങളിൽ, ഭരണ സമ്പ്രദായത്തിൽ ഏറ്റവും ചെലവേറിയ പ്രക്രിയയാണ് ജനാധിപത്യം, ഡെമോക്രസി. ഒരു പൊതു ഇലക്ഷൻ നടത്താൻ എത്ര കോടികൾ രാജ്യം ചെലവഴിക്കണം? ജനങ്ങളുടെ വോട്ട്, സമ്മതിദാനാവകാശം, ജനങ്ങളുടെ മനസ്സറിയാൻ. അപ്പോൾ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ്. ജനാധിപത്യം സംരക്ഷിക്കാൻ ഇത്തിരി പണം ചെലവാകും. ആ നികുതി പണം കൊടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറാണ്. ഇവിടുത്തെ ഒരു മാപ്രയുടെയും ഒരു ഗവർണറുടെയും ആരുടെയും ഔദാര്യമൊന്നും ഇവിടെ വേണ്ട. അത്രയേ ഉള്ളൂ.